മന്ത്രവാദി എങ്ങനെ മരിച്ചേ? അതിന് മരിച്ചെന്ന് ആരാ പറഞ്ഞേ? പിന്നെ ഈ മന്ത്രവാദി ഏത് നാട്ടുകാരനാണെന്ന് വ്യക്തമായൊരു ഉത്തരവില്ല. ബ്രിട്ടീഷുകാരുടെ ഒരു സേവകനാണെന്ന് മാത്രം അറിയാം. സ്വാതന്ത്ര്യം കിട്ടി അവർ പോയിട്ടും മന്ത്രവാദി പോയില്ല. നമ്മുടെ ഈ നാട്ടിൽ തന്നെ താമസമാക്കി. ആ സമയത്തെ പ്രമാണി കൈവശം വെച്ചിരുന്നൊരു വീട്ടിലായിരുന്നു ഈ മന്ത്രവാദിയുടെ താമസം. പ്രമാണിയൊക്കെ നാട്ടുകാർക്ക് നല്ല വിശ്വാസമായിരുന്നു. പ്രമാണി പുറമേ കാണാൻ മാനായിരുന്നെങ്കിലും ഉള്ളു നിറയെ വിഷമാണ്. പിന്നെ നമ്മുടെ ഈ പ്രമാണിയും മന്ത്രവാദിയും നല്ല കൂട്ടുകാരായിരുന്നു, നിങ്ങളെയൊക്കെ പോലെ തന്നെ. അങ്ങനെ ഇരിക്കും നമ്മുടെ ഈ പ്രമാണി അറിഞ്ഞു മന്ത്രവാദിക്ക് ആത്മാവായിട്ട് പോകാനുള്ള കഴിവുണ്ടെന്ന്. ആരായാലും ഒന്ന് മോഹിക്കില്ലേ? പ്രമാണിയും മോഹിച്ചു. പ്രമാണി അപ്പം തന്നെ മന്ത്രവാദിയോട് തൻ്റെ ആഗ്രഹം പറഞ്ഞു. ഒന്നിനോടും എതിര് പറയാത്ത കൂട്ടുകാരൻ ഇതും സാധിച്ചു തരുമെന്ന് ഓർത്ത് കാണും. പക്ഷെ മന്ത്രവാദി എതിർത്തു. തെറ്റായ രീതിയിൽ ഉപയോഗിക്കപ്പെടുമോ എന്ന് ഭയന്നു. പ്രമാണി അന്നേരം ആ തീരുമാനത്തോട് സമ്മതിച്ചെങ്കിലും പുള്ളിക്കതൊരു അപമാനമായിരുന്നു. അതൊരു വാശിയായി. പിന്നീട് ആ ഓല കൈക്കലാക്കാനായി ശ്രമം. പ്രമാണി അന്ന് രാത്രി തന്നെ ഒരു കള്ളക്കഥയുണ്ടാക്കി മന്ത്രവാദിയുടെ അടുക്ക് ചെന്നു. ബണ്ടിലേക്കുള്ള വെള്ളം ആരൊക്കെയോ ചേർന്ന് തടഞ്ഞു വെച്ചിരിക്കുക, ആത്മാവായി ചെന്നൊന്ന് പീഡിപ്പിക്കണമെന്ന്. കൂട്ടുകാരനെ വിശ്വസിച്ച് ആത്മാവായി മാറിയത് പ്രമാണി മന്ത്രവാദിയുടെ ശരീരം കൊണ്ട് കുഴിച്ചിട്ടു. ഇപ്പോഴും തിരിച്ച് ശരീരത്തിൽ കയറാനാകാതെ ആ ആത്മാവ് അവിടെയൊക്കെ ചുറ്റി നടക്കുന്നുണ്ടെന്നാണ് വിശ്വാസം.